എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു മാജിക് കാണിക്കാൻ പോവാണ്. ഓക്കെ, എൻ്റെ കയ്യിൽ ഒരു പെൻസിലുണ്ട്. ഇവിടെ ഒരു ഗ്ലാസ്സിൽ വെള്ളമുണ്ട്. ഈ പെൻസിലിനെ ഞാൻ ആ വെള്ളത്തിലേക്ക് ഇടാൻ പോവാണ്. അത്രയേ ഉള്ളൂ മാജിക്. അപ്പോൾ എന്താ പറ്റുന്നത് നോക്കാം. ഈ പെൻസിൽ ഫുൾ പെൻസിലാണ്. ഇതാ എല്ലാവരും കാണാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് പെൻസില്. ഇതിന് ഞാൻ ഇതിലേക്ക് ഇടാൻ പോവാണ്. ഇട്ടപ്പോൾ എന്താ പറ്റിയെന്ന് നോക്ക്. പെൻസിൽ വളഞ്ഞിരിക്കുന്നു. നോക്ക്, പെൻസില് വളഞ്ഞു. നിങ്ങൾക്ക് അതിൽ എന്താ നോക്കുക, രണ്ട് പീസായിട്ടതാ. രണ്ട് പീസായി ആ പെൻസിൽ അല്ലേ, രണ്ട് പീസായിരിക്കുകയാണ്. നോക്കൂ, ഇത് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ നോക്കുക. ഞാൻ ആ പെൻസിലിനെ തന്നെ അതാ പിന്നെയും പുറത്തെടുത്തു. ഇവിടെ പിന്നെ ഇട്ടു. അപ്പോൾ പിന്നെയും കാണാം അത് വളഞ്ഞിരിക്കുന്നു അല്ലേ. ഞാൻ മാജിക് എന്നൊക്കെ വെറുതെ പറഞ്ഞതാണ്. ഇത് മാജിക് ഒന്നല്ല. ഇതിൻ്റെ പിന്നിലൊരു ശാസ്ത്ര സത്യമുണ്ട് അല്ലേ. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്ര സത്യം? എത്ര ആൾക്കറിയാം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്? ഇവിടെ നോക്കും, നമ്മൾ പല ദിക്കിന്ന് നമ്മളിതിനെ നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിൽ നോക്കും. താഴെയുള്ള വെള്ളത്തിൻ്റെ അടിയിലുള്ളതിന് വണ്ണം കൂടുതൽ കാണുന്നില്ലേ? വണ്ണം കൂടുതലുണ്ട്. ഇനി നമുക്ക് അത് അവിടെ തന്നെ നോക്കാം. നേരെ നോക്കിയാലോ എന്താ പറ്റുന്നത് നോക്കണ്ട. നേരെ നോക്കുമ്പോൾ നമ്മളതിനെ നേരെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് പറ്റും? പെൻസിലിന് ഒന്നും സംഭവിച്ചായിട്ട് തോന്നില്ല അല്ല, നേരെ നിൽക്കുന്നതായിട്ട് തോന്നുള്ളൂ. ഇപ്പോൾ ഇതാ നോക്കുക, ഓരോ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നോക്കും നല്ല ഭംഗിയിലാണ്. നമുക്ക് 2-3 പീസായ പോലെയൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്ര സത്യം അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? റിഫ്രാക്ഷൻ ആണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്രാക്ഷൻ എന്ന് വെച്ചാൽ അപവർത്തനം, പ്രകാശത്തിൻ്റെ അപവർത്തനം. അപവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മീഡിയത്തിൽ നിന്ന് ലൈറ്റ് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പാതയിൽ വ്യത്യാസം വരുന്നത് ബെൻഡാവും. അപ്പോൾ ലൈറ്റ് ബെൻഡാവും എന്ന് പറയുമ്പോൾ ഇവിടെ ഈ പെൻസിലിൽ നിന്ന് വരുന്ന ലൈറ്റ് നമുക്ക് ബെൻഡായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പിന്നെ ദൃശ്യപ്രകാശം അതുപോലെ പോകുന്നുണ്ട്, പക്ഷെ നമുക്കത് കാണാൻ പറ്റുന്നില്ല. വൈറ്റ് ലൈറ്റ് അങ്ങനെ മൊത്തമായിട്ട് വരുന്നത് കാരണം. ഇവിടെ നല്ല കളർഫുൾ പെൻസിൽ എടുത്തപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റി അല്ലേ. അപ്പം എന്താണ് ഈ റിഫ്രാക്ഷനുള്ള കാരണം? എന്താണ് റിഫ്രാക്ഷൻ്റെ കാരണം? ഇവിടെ നമുക്കറിയാം, പ്രകാശം വായുവിലേക്കൂടെ അല്ലെങ്കിൽ വാക്വത്തിലേക്കൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അതാണ് പ്രകാശത്തിന് സഞ്ചരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്പീഡ്. പിന്നെ അത് പല മീഡിയത്തിലേക്ക്, ഇവിടെ എല്ലാം നമ്മൾ ട്രാൻസ്പെറൻറ്റ് മീഡിയംസ് ആണ് അല്ലേ. ഗ്ലാസ് ആയാലും വെള്ളമായാലും നമുക്കിവിടെ 3 ട്രാൻസ്പെറൻറ്റ് മീഡിയാസ് ഉണ്ട്. ഒന്ന് എയർ, പിന്നെ വെള്ളമുണ്ട്, പിന്നെ ഗ്ലാസ് ഉണ്ട്. നമ്മളിപ്പോൾ എവിടെ നിന്നാണ് നോക്കുന്നത്? നമ്മൾ ഗ്ലാസ്സിൽ കൂടെ വെള്ളത്തിൻ്റെ ഉള്ളിലുള്ള പെൻസിലിനെ നോക്കുകയാണ് അല്ലേ. മുകളിൽ കൂടെ ഡയറക്റ്റ് നോക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് വെള്ളത്തിലേക്കാണ് നോക്കിയത്. അപ്പോൾ അതിൻ്റെ ആംഗിളൊക്കെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ നോക്കുന്ന ആംഗിളൊക്കെ പല ആംഗിളിൽ നിന്ന് നോക്കുമ്പം പല രീതിയിൽ കാണാൻ പറ്റും. നമുക്ക് ഇത് കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം പ്രകാശത്തിൻ്റെ സ്പീഡ് പല ട്രാൻസ്പെറൻറ്റ് മീഡിയാസിലേക്കൂടെ പോകുമ്പം പ്രകാശത്തിൻ്റെ സ്പീഡ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം അതിനെ നമ്മൾ അങ്ങനെ പ്രകാശത്തിൻ്റെ പാതയിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനെ നമ്മൾ എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാജിക് അല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ചെറിയ കുട്ടികൾക്ക് കാണുമ്പോൾ ഇത് മാജിക്കായിട്ട് തോന്നും. നമ്മൾ വലിയ ക്ലാസ്സിൽ പഠിക്കുമ്പം മാജിക് അല്ല എന്നും അറിയാം അല്ലേ. ഇനി നമുക്ക് വേറൊരു പെൻസിൽ എടുത്ത് നോക്കിയാലോ, എന്തെങ്കിലും പറ്റുണ്ടോന്നതാ. ഇതേ പെൻസിലിനെ ഞാൻ ഇതിലിടാൻ പോവാം. നല്ല ഭംഗിയുണ്ടാവും. കുറച്ച് പെൻസിലുകൾ നമുക്ക് ഇടാം. കുറച്ച് കളർ പെൻസിലുകൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയിലിതാ എല്ലാം അങ്ങോട്ട് ബെൻഡാവും. നോക്കൂ നിങ്ങൾ അവിടെ നമുക്ക് ഇതിൻ്റെ ആ രണ്ടിൻ്റെയും ഇൻ്റർഫേസ് നോക്കൂ. ഇൻ്റർഫേസ് എന്ന് വെച്ചാൽ വായുവും പിന്നെ വെള്ളവും തമ്മിൽ കൂടിച്ചേരുന്ന അവിടെ നോക്കൂ, വേറൊരു രീതിയിലല്ലേ കാണുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെയും ബെൻഡായ പോലെ ഉണ്ട് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള മാജിക്കിൻ്റെ ഒക്കെ പുറകിൽ നല്ല നല്ല ശാസ്ത്ര തത്വങ്ങളുണ്ട്. ഇതൊക്കെ പഠിക്കുക. അപ്പോൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് സയൻസ് പഠിക്കുക. ഇനി അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ എക്സ്പെരിമെൻ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച വേറൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.